തെരഞ്ഞെടുപ്പ് കാലത്ത് ജൻസികൾക്ക് പറയാനുള്ളത് എന്താണെന്ന് നോക്കാം. മണ്ഡലം ചുറ്റും മഹിളകൾ കൽപ്പറ്റ WMO ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾക്കൊപ്പം അനുജ രാജേഷും സ്മിത ഹരിദാസും ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വയനാട് മുട്ടിൽ WMO ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. കുട്ടികളെ കാണുന്നത് എപ്പോഴും വലിയ സന്തോഷമാണ്. അത് മാത്രമല്ല, ഈ ഇലക്ഷനെ പറ്റിയൊക്കെ കുട്ടികൾക്ക് എന്താണ് പറയാനുള്ളത്? യുവാക്കളുടെ ജൻസികളോട് ചോദിക്കാം. ജൻസികളാണ്. നിങ്ങൾ എക്സാമിന് പോകാനായിട്ട് ഇരിക്കുകയാണല്ലേ? എല്ലാരും പഠിച്ചു കഴിഞ്ഞോ? എന്തൊരു പഠിക്കുന്ന കുട്ടികളാ നിങ്ങൾ? ഡിഗ്രി ഫസ്റ്റ്. എല്ലാരും ഒരു ക്ലാസ്സിലുള്ളവരാണോ? ഏതൊക്കെ ബാച്ച്? എന്തൊക്കെയാ നിങ്ങളുടെ വിഷയങ്ങള്? മെയിൻ ഞാൻ അറബിയാണ്, ജേർണലിസ്റ്റ് ആണ്. ഇത്തവണത്തെ ഇലക്ഷന്റെ കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട്. ആര് ജയിക്കും ഇത്തവണ? ഭരണം മാറുമോ? ഭരണം മാറുമായിരിക്കാം. അല്ല, എന്താണ് ഇപ്പോഴത്തെ കുറച്ച് ദിവസം നോക്കുമ്പോ എന്താ മനസ്സിലാവുന്നത്? വിദ്വേഷങ്ങളും വിവാദങ്ങളൊക്കെ ഉണ്ട്. പല പാർട്ടിയല്ലേ, അപ്പൊ അവരുടേതായ ചുറ്റുപാടുകളും. പഠിച്ചൊക്കെ കഴിഞ്ഞോ? ഇപ്പൊ നമ്മൾ ചോദിക്കായിരുന്നു, എക്കണോമിക്സിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ പൊളിറ്റിക്സും എക്കണോമിക്സും ഇങ്ങനെ അടുത്തടുത്ത് കിടക്കുക. പൊളിറ്റിക്സ് പഠിക്കാണ്ടല്ലോ ഒരു വിഷയം ഉണ്ടോ? ഇല്ല, പൊളിറ്റിക്സ് ഇല്ല. പിന്നെ ഏതൊക്കെയാ? എക്കണോമിക്സ്, ഫിനാൻഷ്യല്, അങ്ങനത്തെ. രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥയെ കുറിച്ച് എന്താ പറയാനുള്ളത്? കേരളത്തിന് സാമ്പത്തിക വലിയ കടം ഉണ്ടെന്നൊക്കെ പറയണത് ശരിയാണോ? ഉണ്ടാവും. ഇവിടെ പക്ഷെ രാഷ്ട്രീയം എങ്ങനെയാണ് നിങ്ങളുടെ ഇലക്ഷനൊക്കെ? ഒരു അഗ്രസീവ് ആയിട്ടുള്ള, എന്നാലും സ്വന്തം താല്പര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇവിടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ക്യാമ്പസ് തന്നെയാണ്. ഇപ്പൊ ഈ കാലത്ത് നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായിട്ട് വിവിധ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിവാദങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തി അധിക്ഷേപങ്ങളൊക്കെ നടത്തുന്ന ഒരു പ്രവണതയൊക്കെ കാണുന്നുണ്ടല്ലോ. അങ്ങനെയുള്ളതിനോട് നിങ്ങൾ യുവാക്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പൊ എൻ്റെ ഒരു പെർസ്പെക്റ്റീവില് ഇങ്ങനെ ഒരു വ്യക്തിഹത്യയോടല്ലാണ്ട് അവര് വാക്കുകളിലൂടെ അല്ലാണ്ട് പ്രവർത്തികളിലൂടെ എന്താക്കാം നമ്മളെ ഒരു നാടിന് വേണ്ട പ്രോഗ്രസ് ഒക്കെ കാണിച്ച് ഡെവലപ്മെന്റ് ഒക്കെ കൊണ്ടുവരിക. അല്ലാതെ ഇങ്ങനെ വാക്കുകളിലൂടെയോ അല്ലെങ്കിൽ ഇങ്ങനെ ഓരോരുത്തർ അധിക്ഷേപിക്കുന്ന രൂപത്തിൽ രാഷ്ട്രീയത്തെ കൊണ്ടുപോവാതെ ജനങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ കൊണ്ടുപോകും. വികസനമാണ് ഞങ്ങൾ കാണുന്ന, ഞങ്ങൾക്ക് വേണ്ടത് വികസനം തരിക. ചിലര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ജൻസികൾക്ക് രാഷ്ട്രീയത്തിലൊന്നും താല്പര്യമില്ല, അവര് വേറൊരു രീതിയിലാണെന്ന്. അത് ശരിയാണോ? ശരിയാണോ? താല്പര്യമില്ല. എന്താ കാരണം? എന്തിനാ വെറുതെ വലയും വണ്ടിയും വലിച്ചിടാൻ നിൽക്കുന്നത്? എന്തുകൊണ്ടാന്ന് തോന്നിയിട്ടുണ്ടോ? രാഷ്ട്രീയം വെറുത്തു പോയത് എന്തുകൊണ്ടാണ്? ഓരോരുത്തർ ഓരോന്നിനും മെച്ചാന്ന് പറഞ്ഞത് എല്ലാം കണക്കാന്നാണോ? എല്ലാം കണക്കാ. ഒരാളും നല്ലതെന്ന് പറയാൻ ആരും എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ പറയാട്ടോ. എനിക്ക് ഒരാൾ നല്ലതാന്ന് തോന്നിയിട്ടില്ല. ഈ സർക്കാരിനെ കുറിച്ചൊക്കെയുള്ള അഭിപ്രായം എന്താണ്? നല്ല സർക്കാരാണ്. അങ്ങനെയല്ല, നമ്മളെ രീതിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സർക്കാർ എനിക്ക് തോന്നിയിട്ടുണ്ട്. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിന്ന ഒരു സർക്കാരാണ് തോന്നിയിട്ടുണ്ട്. തുടർന്നാൽ നന്നായിരിക്കും എന്നൊരു അഭിപ്രായം ഉണ്ടോ? 10 കൊല്ലായില്ലേ, ഇനി മാറ്റാം. സർക്കാർ തുടരണം. കാരണം ഇപ്പോൾ തുടങ്ങി വെച്ചൊരു പ്രൊജക്റ്റാണ് ഈ തുരങ്കപാത. അത് ഇവര് ഭരണം മാറിയിട്ടുണ്ടെങ്കിൽ ഇനി എന്ത് സംഭവിക്കും നമുക്ക് ഒരു ധാരണയില്ല. അപ്പോൾ ഇനി ഒരു 5 വർഷം കൂടെ സർക്കാർ ഉണ്ടെങ്കിൽ ഇതെന്തായാലും പ്രോപ്പറായിട്ട് നല്ല അടിപൊളിയായിട്ട് തുരങ്കപാത വരും. അപ്പൊ ശരി ചന്ദന, നടക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നന്നായി പരീക്ഷ എഴുതൂ. ഓൾ ദ ബെസ്റ്റ്. ഈ ജൻസികളോട് സംസാരിക്കുമ്പോ വേറൊരു ഉണർവാണല്ലേ അനുജ? അവർക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ പോലും അവരെല്ലാം നിരീക്ഷിക്കുന്നുണ്ട്, കൃത്യമായ അഭിപ്രായവും ഉണ്ട്. പക്ഷെ അത് അധികം അതിലേക്ക് അങ്ങനെ ഇൻവോൾവ് ആവാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ഈ കൂടുതൽ സംഘർഷങ്ങളിലേക്ക് പോകാൻ താല്പര്യമില്ല. വികസനമാണ് അവരെപ്പോഴും മുന്നോട്ട് വെക്കുന്നത്. നാട് മുമ്പോട്ട് പോകണം എന്നുള്ളതാണ്. മറ്റ് ആ വിവാദങ്ങളോടൊന്നും താല്പര്യമില്ലാത്ത കുറച്ച് ജൻസികളെയാണ് നമ്മൾ കണ്ടത്. നമ്മൾ ഇനി അടുത്ത പ്രദേശത്തേക്ക് പോവാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.